നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത് ബയോളജി പാർട്ടിൽ നിന്നും രോഗങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ്. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തവണയും പറയും പോലെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക, കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏത് ധാതുവിൻ്റെ അപര്യാപ്തത മൂലമാണ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത്? ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത് കാൽസ്യത്തിൻ്റെ അപര്യാപ്തത മൂലമാണ്. അപ്പോൾ ഏത് ധാതുവിൻ്റെ അപര്യാപ്തത മൂലമാണ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ കാൽസ്യത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത്. ഏത് ധാതുവിൻ്റെ അപര്യാപ്തത മൂലമാണ് ഹൈപ്പോനട്രീമിയ ഉണ്ടാകുന്നത്? സോഡിയത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് ഹൈപ്പോനട്രീമിയ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഏത് ധാതുവിൻ്റെ അപര്യാപ്തത മൂലമാണ് ഹൈപ്പോകലേമിയ ഉണ്ടാകുന്നത്? ഹൈപ്പോകലേമിയ ഉണ്ടാകുന്നത് പൊട്ടാസ്യത്തിൻ്റെ അപര്യാപ്തത മൂലമാണ്. മൂന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കുക. ഓസ്റ്റിയോപൊറോസിസ് കാൽസ്യത്തിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുമ്പോൾ ഹൈപ്പോനട്രീമിയ സോഡിയത്തിൻ്റെ അപര്യാപ്തത മൂലമാണ്. ഹൈപ്പോകലേമിയ പൊട്ടാസ്യത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പതോളജി. നമ്മൾ ചില സർജറികൾക്കൊക്കെ ശേഷം അതിൽ നിന്ന് നമ്മൾ ടെസ്റ്റിന് അയക്കുക എന്നൊക്കെ പറയാറില്ലേ? അന്നേരം പതോളജി ലാബിലാണ് അത് ചെയ്യാറെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോൾ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പതോളജി. നെഞ്ചെരിപ്പ് അനുഭവപ്പെടുന്നത് ഏത് അവയവത്തിലാണ്? നെഞ്ചെരിച്ചിലാണെന്നൊക്കെ ആൾക്കാർ പറയുന്ന കേൾക്കാറില്ലേ? നെഞ്ചെരിപ്പ് അനുഭവപ്പെടുന്നത് ആമാശയത്തിലാണ്. നെഞ്ചെരിപ്പ് അനുഭവപ്പെടുന്നത് ഏത് അവയവത്തിലാണ്? ഉത്തരം ആമാശയം. ഏത് ധാതുവിൻ്റെ അപര്യാപ്തത മൂലമാണ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത്? കാൽസ്യത്തിൻ്റെ അപര്യാപ്തത മൂലമാണ്. ഏത് ധാതുവിൻ്റെ അപര്യാപ്തത മൂലമാണ് ഹൈപ്പോനട്രീമിയ ഉണ്ടാകുന്നത്? സോഡിയത്തിൻ്റെ അപര്യാപ്തത മൂലമാണ്. ഏത് ധാതുവിൻ്റെ അപര്യാപ്തത മൂലമാണ് ഹൈപ്പോകലേമിയ ഉണ്ടാകുന്നത്? പൊട്ടാസ്യത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് ഹൈപ്പോകലേമിയ ഉണ്ടാകുന്നത്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പതോളജി. നെഞ്ചെരിപ്പ് അനുഭവപ്പെടുന്നത് ഏത് അവയവത്തിലാണ് എന്ന് ചോദിച്ചാൽ ആമാശയത്തിലാണ് നെഞ്ചെരിപ്പ് അനുഭവപ്പെടുന്നത്. മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് അൽബിനിസം. എന്താണ്? മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് അൽബിനിസം. രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന അസുഖത്തെയാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന അസുഖമാണ് വെള്ളെഴുത്ത്. ഛർദിയും വയറിളക്കവുമുള്ള വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയമേത്? നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇത് ORS ലായനിയാണ്. ഛർദിയും വയറിളക്കവുമുള്ള വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം. ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ബോട്ടുലിസം. പകരുന്നത് എന്തു മുഖേനയാണ്? ഈ ബോട്ടുലിസം പകരുന്നത് ആഹാരത്തിലൂടെയാണ്. അപ്പം ബാക്ടീരിയ പരത്തുന്ന രോഗമായ ബോട്ടുലിസം പകരുന്നത് ആഹാരത്തിലൂടെയാണ്. അരുണ രക്താണുക്കളുടെ ആകൃതി മാറുന്നത് കാരണം ഓക്സിജൻ വഹിക്കൽ ശരിയായി നടക്കാത്തത് മുഖേന ഉണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. എന്താണ്? അരുണ രക്താണുക്കളുടെ ആകൃതി മാറുന്നത് മൂലം ഓക്സിജൻ വഹിക്കൽ ശരിയായിട്ട് നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അൽബിനിസം. രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന അസുഖമാണ് വെള്ളെഴുത്ത്. ഛർദിയും വയറിളക്കവുമുള്ള വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയമാണ് ORS ലായനി. ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ബോട്ടുലിസം. പകരുന്നത് ആഹാരം മുഖേനയാണ്. അരുണരക്താണുക്കളുടെ ആകൃതി മാറുന്നത് കാരണം ഓക്സിജൻ വഹിക്കൽ ശരിയായിട്ട് നടക്കാത്തത് മുഖേന ഉണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ചുവന്ന രക്താണുക്കൾ അരിവാളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന രോഗവും സിക്കിൾ സെൽ അനീമിയയാണ്. ചുവന്ന രക്താണുക്കൾ അരിവാളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന രോഗം സിക്കിൾ സെൽ അനീമിയ. മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥയാണ് ഹിമറ്റൂറിയ. എന്താണ്? മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥയാണ് ഹിമറ്റൂറിയ. രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യൂറീമിയ. രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യൂറീമിയ. പാർക്കിൻസൺസ് രോഗികളുടെ മസ്തിഷ്കത്തിൽ ഏത് നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനമാണ് കുറയുക? ഡോപ്പമിൻ്റെ ഉൽപ്പാദനമാണ് പാർക്കിൻസൺസ് രോഗികളുടെ മസ്തിഷ്കത്തിൽ കുറയുന്ന നാഡീയ പ്രേഷണം ഡോപ്പമിനാണ്. ലിംഗ ക്രോമസോമുകളിൽ ഒന്ന് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ടർണർ സിൻഡ്രോം. ലിംഗ ക്രോമസോമുകളിൽ ഒന്ന് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ടർണർ സിൻഡ്രോം.
പേശീക്ലമത്തിന് കാരണമാകുന്നത് പേശികളിൽ ഏത് ആസിഡ് രൂപപ്പെടുന്നത് മൂലമാണ്? പേശീക്ലമത്തിന് കാരണമാകുന്നത് പേശികളിൽ ലാക്റ്റിക് ആസിഡ് രൂപപ്പെടുന്നത് വഴിയാണ്. വർണ്ണാന്തതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പും പച്ചയുമാണ് വർണ്ണാന്തതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ. ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. ബ്ലാക്ക് ഫുഡ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ബ്ലാക്ക് ഫുഡ് ഡിസീസ് ഉണ്ടാകുന്നത് ഏത് കാരണമാണ്? അത് ആഴ്സനിക് കാരണമാണ് ബ്ലാക്ക് ഫുഡ് ഡിസീസ് ഉണ്ടാകുന്നത്. ലിംഫിൻ്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ലിംഫഡിമ. അപ്പോൾ പേശീക്ലമത്തിന് കാരണമാകുന്നത് പേശികളിൽ ഏത് ആസിഡ് രൂപപ്പെടുന്നത് മൂലമാണ്? ലാക്റ്റിക് ആസിഡ് രൂപപ്പെടുന്നത് മൂലമാണ്. വർണ്ണാന്തതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങളാണ് ചുവപ്പും പച്ചയും. ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. ബ്ലാക്ക് ഫുഡ് ഡിസീസ് ഉണ്ടാക്കുന്നത് ഏത് കാരണമാണ്? ആഴ്സനിക് കാരണമാണ്. ലിംഫിൻ്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ലിംഫഡിമ. അക്വസ് ദ്രാവകത്തിൻ്റെ പുനരാകിരണം നടക്കാത്തതുമൂലം കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന മർദ്ദമുളവാക്കുന്ന രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ. എന്താണ്? അക്വസ് ദ്രാവകത്തിൻ്റെ പുനരാകിരണം നടക്കാത്തതുമൂലം കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന മർദ്ദം ഉളവാക്കുന്ന രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ. ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് അനീമിയ. രക്തസമ്മർദ്ദം കൂടിയ അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ. അസാധാരണമായ ഓർമ്മക്കുറവ് ഉണ്ടാകുന്ന രോഗമുണ്ട്. സാധാരണ എല്ലാവർക്കും ചെറിയ ഓർമ്മക്കുറവൊക്കെ ചിലപ്പോൾ തോന്നാം, പ്രായമാകുമ്പോൾ വ്യക്തികൾക്ക് തോന്നാം. അതല്ലാതെ അസാധാരണമായ രീതിയിൽ ഓർമ്മക്കുറവ് ഉണ്ടാക്കുന്ന രോഗത്തിനെയാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രോഗമാണ് ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. അക്വസ് ദ്രാവകത്തിൻ്റെ പുനരാകിരണം നടക്കാത്തത് മൂലം കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന മർദ്ദമുളവാക്കുന്ന രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ. ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് അനീമിയ. രക്തസമ്മർദ്ദം കൂടിയ അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ. അസാധാരണമായ ഓർമ്മക്കുറവ് ഉണ്ടാക്കുന്ന രോഗത്തെയാണ് നമ്മൾ അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. ഇത് മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. മസ്തിഷ്കത്തിലെ പ്രത്യേകതരം ഗാംഗ്ലിയോണുകളുടെ നാശം കാരണമുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺ. എന്താണ്? മസ്തിഷ്കത്തിലെ പ്രത്യേകതരം ഗാംഗ്ലിയോണുകളുടെ നാശം കാരണമുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺ. മിനമാദ രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയത് ജപ്പാനിലാണ്. വ്യവസായ മലിനീകരണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മാർജാര നൃത്തരോഗം ആദ്യമായിട്ട് കണ്ടെത്തിയത് എവിടെയാണ്? ജപ്പാനിലാണ്. എന്താണ്? വ്യവസായ മലിനീകരണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മാർജാര നൃത്തരോഗം ആദ്യമായിട്ട് കണ്ടെത്തിയത് എവിടെയാണ്? ആദ്യമായി കണ്ടെത്തിയതും ജപ്പാനിലാണ്. മുറിവുകളിലൂടെ രോഗാണു ശരീരത്തിനകത്ത് പ്രവേശിച്ചുണ്ടാകുന്ന രോഗമാണ് ടെറ്റനസ്. എന്താണ്? മുറിവുകളിലൂടെ രോഗാണു ശരീരത്തിനകത്ത് പ്രവേശിച്ചുണ്ടാകുന്ന ഒരു രോഗമാണ് ടെറ്റനസ്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ടെറ്റനിയാണ്. അപ്പോൾ മുറിവുകളിലൂടെ രോഗാണു ശരീരത്തിനകത്ത് പ്രവേശിച്ചുണ്ടാകുന്ന രോഗമാണ് ടെറ്റനസ് എങ്കിൽ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. മസ്തിഷ്കത്തിലെ ഒരു പ്രത്യേകതരം ഗാംഗ്ലിയോണുകളുടെ നാശം കാരണമുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺ. മിനമാദ രോഗം ആദ്യമായി കണ്ടെത്തിയത് ജപ്പാനിലാണ്. വ്യവസായ മലിനീകരണത്തിൻ്റെ ഫലമായുണ്ടായ മാർജാര നൃത്തരോഗം ആദ്യമായിട്ട് കണ്ടെത്തിയതും ജപ്പാനിലാണ്. രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുതലാകുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഗൗട്ട്. എന്താണ്? രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുതലാകുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഗൗട്ട്. രക്തസമ്മർദ്ദം കൂടിയ അവസ്ഥ നമ്മൾ പറഞ്ഞായിരുന്നു ഹൈപ്പർ ടെൻഷൻ എന്ന്. രക്തസമ്മർദ്ദം കുറഞ്ഞ അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷൻ. എന്താണ്? രക്തസമ്മർദ്ദം കുറഞ്ഞ അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷൻ. ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫീസിമ. ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫീസിമ.
ഗർഭിണിയായ അമ്മ മദ്യപിക്കുന്നത് മൂലം ജനിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം. എന്താണ്? ഗർഭിണിയായ അമ്മ മദ്യപിക്കുന്നത് മൂലം ജനിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം. ഏത് രോഗത്തിൻ്റെ ചികിത്സയ്ക്കായാണ് കോറോമൈസൈറ്റിൻ ഉപയോഗിക്കുന്നത്? ഏത് രോഗത്തിൻ്റെ ചികിത്സയ്ക്കായിട്ടാണ് കോറോമൈസെറ്റിൻ ഉപയോഗിക്കുന്നത്? അത് ടൈഫോയിഡിൻ്റെ ചികിത്സയ്ക്കായിട്ടാണ് കോറോമൈസെറ്റിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുതലാകുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഗൗട്ട്. രക്തസമ്മർദ്ദം കുറഞ്ഞ അവസ്ഥയാണ് ഹൈപ്പോടെൻഷൻ. ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫിസിമ. ഗർഭിണിയായ അമ്മ മദ്യപിക്കുന്നത് മൂലം ജനിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം. ഏത് രോഗത്തിൻ്റെ ചികിത്സയ്ക്കായാണ് കോറോമൈസെറ്റിൻ ഉപയോഗിക്കുന്നത്? ടൈഫോയിഡിൻ്റെ ചികിത്സയ്ക്കായിട്ടാണ് കോറോമൈസെറ്റിൻ ഉപയോഗിക്കുന്നത്. ഏത് രോഗബാധയെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ആദ്യമായി അന്താരാഷ്ട്ര തലത്തിൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചത്? H1N1 തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ആദ്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിലൊരു പബ്ലിക് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചത്. പുതിയ തലമുറയിൽ കരളിനെ ബാധിക്കുന്ന ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ. മനുഷ്യനിലെ ക്രോമസോം നമ്പർ 11 ജീനിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. എന്താണ്? മനുഷ്യനിലെ ക്രോമസോം നമ്പർ 11 ജീനിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. മനുഷ്യ ശരീരത്തിലെ എത്രാമത്തെ അവയവമാണ് മെസെൻറ്ററി? 79ാമത്തെ അവയവമാണ് മെസെൻറ്ററി. നെഫ്രോളജിസ്റ്റ് ഏത് അവയവത്തിൻ്റെ രോഗമാണ് ചികിത്സിക്കുന്നത്? നെഫ്രോളജിസ്റ്റ് ചികിത്സിക്കുന്നത് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളെയാണ് ചികിത്സിക്കുന്നത്. നെഫ്രോളജിസ്റ്റ് ഏത് അവയവത്തിൻ്റെ രോഗമാണ് ചികിത്സിക്കുന്നത്? അപ്പോൾ ഏത് രോഗബാധയെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ആദ്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചത്? H1N1. പുതിയ തലമുറയിൽ കരളിനെ ബാധിക്കുന്ന ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ. മനുഷ്യനിലെ ക്രോമസോം നമ്പർ 11 ജീനിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. മനുഷ്യ ശരീരത്തിലെ എത്രാമത്തെ അവയവമാണ്? മെസെൻറ്ററി. 79ാമത്തെ അവയവമാണ് മെസെൻറ്ററി. നെഫ്രോളജിസ്റ്റ് ഏത് അവയവത്തിൻ്റെ രോഗമാണ് ചികിത്സിക്കുന്നത്? വൃക്കയുടെ രോഗങ്ങളാണ് നെഫ്രോളജിസ്റ്റ് ചികിത്സിക്കുന്നത്. വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. എന്താണ്? വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. വെളുത്ത രക്താണുക്കളുടെ എണ്ണം കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ. അപ്പോൾ വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞാൽ ലൂക്കോപീനിയ ഉണ്ടാവും. വെളുത്ത രക്താണുക്കളുടെ എണ്ണം കൂടിയാൽ ലുക്കീമിയ ഉണ്ടാവും. കൊറോണ ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ്. കൊറോണ ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശമാണ്. ക്രോമസോം നമ്പർ 14 ജീനിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗമാണ് അൾഷിമേഴ്സ്. ക്രോമസോം നമ്പർ 14 ജീനിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗമാണ് അൾഷിമേഴ്സ്. ക്രോമസോം നമ്പർ 9 ജീനിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? മെലനോമയാണ്. മെലനോമ. അപ്പോൾ വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. വെളുത്ത രക്താണുക്കളുടെ എണ്ണം കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ. കൊറോണ ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശം. ക്രോമസോം നമ്പർ 14 ജീനിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗമാണ് അൾഷിമേഴ്സ്. ക്രോമസോം നമ്പർ 9 ജീനിൻ്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? മെലനോമയാണ്. കോർട്ടിസോളിൻ്റെ അധിക ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് കുഷിംഗ് സിൻഡ്രോം. എന്താണ്? കോർട്ടിസോളിൻ്റെ അധിക ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് കുഷിംഗ് സിൻഡ്രോം. കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അഡിസൺസ്. തലച്ചോറിൽ തുടർച്ചയായിട്ട് ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് കാരണമുള്ള രോഗമാണ് അപസ്മാരം. ഏത് രോഗത്തെ ബാധിച്ചാണ് കൂടുതൽ കുട്ടികൾ മരിക്കാറുള്ളത്? കുട്ടികൾ കൂടുതൽ മരിക്കുന്നതിൻ്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ അത് ന്യൂമോണിയ ബാധിച്ചാണ് കൂടുതലായി കുട്ടികൾ മരിക്കുന്നതായിട്ട് കാണുന്നത്. പാരാതെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. പാരാതെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി.
ഏത് രോഗം ബാധിച്ചാണ് കൂടുതൽ കുട്ടികൾ മരിക്കുന്നത്? ന്യൂമോണിയ ബാധിച്ചാണ്. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് കാരണമുള്ള രോഗമാണ് അപസ്മാരം. കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അഡിസൺസ്. കോർട്ടിസോളിൻ്റെ അധിക ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് കുഷിംഗ് സിൻഡ്രോം. രക്തം കട്ട പിടിക്കാതാകുന്ന രോഗമാണ് ഹീമോഫീലിയ. അയഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കുന്നത് മൂലം തടയാൻ കഴിയുന്ന രോഗമാണ് ഗോയിറ്റർ. ഷിസോഫ്രീനിയ ഏതിനം രോഗമാണ്? ഷിസോഫ്രീനിയ മാനസിക രോഗമാണ് ഷിസോഫ്രീനിയ. മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് രോഗം പകരുന്ന അവസ്ഥയാണ് സുനോസിസ്. ഏത് ലോഹം അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായാണ് വിൽസൺസ് രോഗമുണ്ടാകുന്നത്? ചെമ്പടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് വിൽസൺസ് രോഗമുണ്ടാകുന്നത്. മെർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് സൗദി അറേബ്യയിലാണ്. അപ്പോൾ രക്തം കട്ട പിടിക്കാതാകുന്ന രോഗമാണ് ഹീമോഫീലിയ. അയഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കുന്നത് മൂലം തടയാൻ കഴിയുന്ന രോഗമാണ് ഗോയിറ്റർ. ഷിസോഫ്രീനിയ ഏതിനം രോഗമാണ്? ഷിസോഫ്രീനിയ മാനസിക രോഗമാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് രോഗം പകരുന്ന അവസ്ഥയാണ് സുനോസിസ്. ഏത് ലോഹം അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായാണ് വിൽസൺസ് രോഗമുണ്ടാകുന്നത്? ചെമ്പടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ടാണ്. മെർസ് രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് സൗദി അറേബ്യയിലാണ്. ലോകത്തിൽ ഏറ്റവും സാധാരണമായിട്ട് പകരുന്ന രോഗമാണ് ജലദോഷം. ഓക്സിജൻ്റെ അഭാവം മൂലം ശരീരകലകൾക്കുണ്ടാകുന്ന രോഗമാണ് അനോക്സിയ. എന്താണ്? ഓക്സിജൻ്റെ അഭാവം മൂലം ശരീരകലകൾക്കുണ്ടാകുന്ന രോഗമാണ് അനോക്സിയ. സിലിക്കോസിസ് രോഗം ബാധിക്കുന്നത് എവിടെ പണിയെടുക്കുന്നവർക്കാണ്? പാറമടയിൽ പണിയെടുക്കുന്നവർക്കാണ് സിലിക്കോസിസ് രോഗം ബാധിക്കുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറയാൻ കാരണമായ ഹോർമോണാണ് ഈസ്ട്രജൻ. എന്താണ്? പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറയാൻ കാരണമായ ഹോർമോണാണ് ഈസ്ട്രജൻ. എന്തിനോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥയാണ് അനോറെക്സിയ? ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥയാണ് അനോറെക്സിയ. ലോകത്തിൽ ഏറ്റവും സാധാരണമായിട്ട് പകരുന്ന രോഗമാണ് ജലദോഷം. ഓക്സിജൻ്റെ അഭാവം മൂലം ശരീരകലകൾക്കുണ്ടാകുന്ന രോഗമാണ് അനോക്സിയ. സിലിക്കോസിസ് രോഗം ബാധിക്കുന്നത് പാറമടയിൽ പണിയെടുക്കുന്നവരെയാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറയാൻ കാരണമായ ഹോർമോണാണ് ഈസ്ട്രജൻ. എന്തിനോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥയാണ് അനോറെക്സിയ എന്ന് ചോദിച്ചാൽ ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥയാണ് അനോറെക്സിയ. ഏത് ജീവിതശൈലി രോഗത്തിൻ്റെ വകഭേദമാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ? ഏത് ജീവിതശൈലി രോഗത്തിൻ്റെ വകഭേദമാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ? പൊണ്ണത്തടിയുടെ വകഭേദമാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ. വർണ്ണാന്ധതയുള്ള ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക വർണ്ണം നീലയാണ്. വർണ്ണാന്ധതയുള്ള ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക വർണ്ണം എന്താണ്? നീലയാണ്. കോളറ ബാധിച്ച് മരണമടയാൻ കാരണം എന്താണ്? നിർജ്ജലീകരണം ഉണ്ടാകുമ്പോഴാണ് സാധാരണ കോളറ ബാധിച്ച രോഗി മരിക്കുക. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്ന പേര് എപ്പിസൂട്ടിക് എന്നാണ്. ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഗുളികയാണ് ഫോളിക് ആസിഡ്? അനീമിയയെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഗുളികയാണ് ഫോളിക് ആസിഡ്. ഏത് ജീവിതശൈലി രോഗത്തിൻ്റെ വകഭേദമാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ? പൊണ്ണത്തടിയുടെ വകഭേദമാണ്. വർണ്ണാന്ധതയുള്ള ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക വർണ്ണമാണ് നീല. കോളറ ബാധിച്ചു മരണമടയാൻ കാരണം നിർജ്ജലീകരണം അമിതമാകുമ്പോഴാണ്. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എപ്പിസൂട്ടിക്. ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഗുളികയാണ് ഫോളിക് ആസിഡ് എന്ന് ചോദിച്ചാൽ അനീമിയയെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഗുളികയാണ് ഫോളിക് ആസിഡ്. ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം ക്രമാതീതമായിട്ട് ഉയരുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണ് അസിഡിറ്റി. ട്രിപ്പിൾ ആൻറ്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന അസുഖങ്ങളാണ് ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് മുതലായവ. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ഏത് രോഗത്തിനുള്ള ചികിത്സയാണ്? അതിസാരത്തിനുള്ള ചികിത്സയാണ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി. ശരീരത്തിലുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റീസ്. ചിക്കൻഗുനിയ എന്ന വാക്കിനർത്ഥം വളഞ്ഞു നിൽക്കുക എന്നാണ്. ചിക്കൻഗുനിയ എന്ന വാക്കിനർത്ഥം വളഞ്ഞു നിൽക്കുക. ശരീരത്തിലുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റീസ്. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി അതിസാരത്തിനുള്ള ചികിത്സയാണ്. ട്രിപ്പിൾ ആൻറ്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന അസുഖങ്ങളാണ് ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്.
ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം ക്രമാതീതമായിട്ട് ഉയരുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണ് അസിഡിറ്റി. ത്രോംബോസിസ് ബാധിച്ചവരെ ചികിത്സിക്കാനായി നടത്തുന്ന സർജറിയാണ് ബൈപ്പാസ് സർജറി. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് വരെയുള്ള കാലയളവ് അറിയപ്പെടുന്ന പേരാണ് ഇൻകുബേഷൻ പീരീഡ്. ജർമ്മൻ മീസിൽസ് രോഗത്തിൻ്റെ മറ്റൊരു പേരാണ് റുബെല്ല. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ക്രിപ്റ്റോജനിക് ഡിസീസസ്. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ക്രിപ്റ്റോജനിക് ഡിസീസസ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുമിൻ. അപ്പോൾ എന്തൊക്കെയാണ്? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുമിൻ. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ക്രിപ്റ്റോജനിക് ഡിസീസസ്. ജർമ്മൻ മീസിൽസ് രോഗത്തിൻ്റെ മറ്റൊരു പേരാണ് റുബെല്ല. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് വരെയുള്ള കാലയളവ് അറിയപ്പെടുന്ന പേരാണ് ഇൻകുബേഷൻ പീരീഡ്. ത്രോംബോസിസ് ബാധിച്ചവരെ ചികിത്സിക്കാനായി നടത്തുന്ന സർജറിയാണ് ബൈപ്പാസ് സർജറി. പകർച്ചവ്യാധികളെ പറ്റിയുള്ള പഠനമാണ് എപ്പിഡെമിയോളജി. എന്താണ്? പകർച്ചവ്യാധികളെ പറ്റിയുള്ള പഠനമാണ് എപ്പിഡെമിയോളജി. ഡയബറ്റിക് രോഗികളുടെ മൂത്രത്തിൽ എന്താണ് ശരാശരിയേക്കാൾ കൂടുതൽ കാണുന്നത്? പഞ്ചസാരയാണ് ഡയബറ്റിക് രോഗികളുടെ മൂത്രത്തിൽ ശരാശരിയേക്കാൾ കൂടുതലായിട്ട് കാണുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലാണ്. തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്കുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റീസ് എന്ന് പറയുന്നത്. നിപ്പ വൈറസിൻ്റെ വാഹക ജീവിയായിട്ട് കണക്കാക്കുന്നത് പഴന്തീനി വാവലിനെയാണ്. അപ്പോൾ നിപ്പ വൈറസിൻ്റെ വാഹക ജീവിയായിട്ട് കണക്കാക്കുന്നത് പഴന്തീനി വാവലിനെയാണ്. തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്കുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റീസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലാണ്. ഡയബറ്റിക് രോഗികളുടെ മൂത്രത്തിൽ ശരാശരിയേക്കാൾ കൂടുതൽ കാണപ്പെടുന്നത് പഞ്ചസാരയാണ്. പകർച്ചവ്യാധികളെ പറ്റിയുള്ള പഠനം എന്താണ്? എപ്പിഡെമിയോളജിയാണ് പകർച്ചവ്യാധികളെ പറ്റിയുള്ള പഠനം. രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഈ എപ്പിസോഡിലുള്ളത്. ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. കേട്ട് കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം.